ഹലോ ഗൈസ്, ഞാനിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു പുതിയൊരു വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ടാണ് ഈ പേളും സീക്വൻസും മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ളൊരു വർക്കാട്ടോ ചെയ്യുന്നത്. നമ്മുടെ സാരി കുറച്ച് ഫുള്ളായിട്ട് വർക്ക് വരുന്ന കാരണം, ഡിസൈൻ വരുന്ന കാരണം അത് സിമ്പിളായി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു തത്രപ്പാടിലാണ് ഞാൻ ബീഡ്സും സീക്വൻസും ഒക്കെ വെച്ചിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്ലീവിലുള്ള വർക്കാണ്. സ്ലീവിൽ ഞാൻ ആദ്യം ഏറ്റവും അടിയിൽ ഒരു ലൈൻ ഡിസൈൻ ചെയ്തു. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ ഇവിടെയായിട്ട് പേളും സീക്വൻസും വെച്ചിട്ട് ചെയ്തു. ഇതിന് തൊട്ട് മുകളിൽ ലാസ്റ്റ് എൻഡിങ്ങിൽ വരുന്ന പോർഷനിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അന്ന് കാണിച്ചു തന്ന ആ ഒരു ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ, ഒരു പ്ലാസ്റ്റിക് ത്രെഡ് പോലത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവ്സും വർക്ക് കംപ്ലീറ്റ് ആക്കാണ്ട് ഒരെണ്ണം ഫുൾ കംപ്ലീറ്റ് ആയി, അടുത്തത് പകുതി ആയിട്ടിരിക്കുന്നുണ്ട്. അത് ഫുള്ള് കംപ്ലീറ്റ് ആവണം. മുകളിലും കൂടി സ്പ്ലിറ്റ് ചെയ്ത പോലെ പേള് സീക്വൻസ് വരണം. അപ്പോൾ ഞാൻ രണ്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. കുറച്ച് ഗ്യാപ്പ് വന്നതിൻ്റെ ഇടയിൽ സുഖമില്ലാതായത് കാരണം വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയില്ല. പിന്നെ ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഫുൾ വീഡിയോ ആണ് കേട്ടോ വർക്ക്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്കിൽ വർക്ക് കൊടുത്തത് കേട്ടോ. നെക്കിൽ ഞാൻ പേളിൻ്റെ ചെയിൻ വാങ്ങിച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് ഫുള്ളായിട്ട് നമ്മുടെ ഗമ്മ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് തുന്നാനായിട്ട് പറ്റും. അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഗമ്മ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, അധികം പരക്കാണ്ട് വേണം നമ്മൾ ഗമ്മ് ചെയ്യാനായിട്ട്. ഗമ്മ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ പേള് നമ്മൾ ഒറ്റയ്ക്കായിട്ട് ഒട്ടിക്കുകയാണെങ്കിലും ഇതുപോലെ ലൈൻസുള്ള അതുപോലെ കോർത്ത പേളുകൾ ഒട്ടിക്കുകയാണെങ്കിൽ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. പിന്നെ ഞാനത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഓരോ പേളിൻ്റെ ഇടയിൽ കൂടി തുന്നി പിടിപ്പിക്കാൻ കേട്ടോ, നമ്മുടെ ആ ത്രെഡ് വെച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതോ എൻഡ് പോർഷനെത്തി. എനിക്ക് ഫുള്ളായിട്ടത് സ്ലീവ് കവർ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടോ. ഞാൻ വാങ്ങിച്ചത് കറക്റ്റ് ആ ഒരു ലെങ്ത്ത് നമ്മുടെ രണ്ട് സൈഡ് നെക്കും ബാക്ക് നെക്കും ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ പറ്റിയിട്ടാണ്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമായി. സിമ്പിളായിട്ടാണ്. അപ്പം ഇതാ വെയർ ചെയ്തിട്ട് സാരി എടുത്തിട്ടുള്ള പിക്സൊക്കെ ഞാൻ വേറെ അയക്കാം കേട്ടോ. ഇതെനിക്കൊരു ഫങ്ഷൻ ഇടാനുള്ളതാണ്. സൺഡേ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്. ലൈൻസിൻ്റെ റീജിയണൽ ലേഡി ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനിടാനുള്ള സാരി ബ്ലൗസാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്ത്. അപ്പോൾ സാരി എടുത്തിട്ട് ബ്ലൗസായിട്ടുള്ള ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. റേറ്റ് നമ്മൾ ജസ്റ്റ് 900 റുപ്പീസിനാണ് കേട്ടോ ഈ ഒരു വർക്ക്. അപ്പോൾ താങ്ക് യു.